ആ വീട്ടിലേക്കാണ് വോട്ട് ചോദിച്ചു പോകുന്നത്. ആ വീട്ടിൽ ഉണ്ടുറങ്ങിയിരുന്നവനോടാണ് മുഖ്യമന്ത്രി വരുന്നുണ്ടെന്ന് ചെണ്ട കൊട്ടി അറിയിച്ചത്. ആ വീട്ടിലുള്ളവരുടെ വിരലിൽ മഷി പുരണ്ടപ്പോഴാണ് 2 തവണ ഭരിച്ചത്. അയാളോടാണ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞത്. ചോദ്യങ്ങളുണ്ടാകേണ്ടേ? പറയൂ, ചോദ്യങ്ങളുണ്ടാകേണ്ടേ? കേട്ടിരുന്നോ ആ കേറിവാടാ മക്കളെ? എന്തായിരുന്നു ഡെലിവറി? എന്തായിരുന്നു ചന്തം, ചാരുത? അതേ ചെറ്റപ്രയോഗത്തിന്റെ ചാരുത എമ്മാതിരി കുമ്മായമാണെന്ന് നോക്കൂ. പൊതുയോഗത്തിനിടയിൽ ചോദ്യം ചോദിക്കുന്നത് ഔചിത്യമാണോ എന്നാണ് ചോദ്യം. ആയിരിക്കില്ല. ഒരു ചോദ്യമല്ലേ, അവഗണിക്കാം. ശല്യമെങ്കിൽ ഉദ്യോഗസ്ഥരോട് പരിഹരിക്കാൻ ആവശ്യപ്പെടാം. വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന മറുപടി അരാഷ്ട്രീയമാണ്. ഇന്നത് ശരിയാണോ എന്ന് ചോദിച്ച മാധ്യമങ്ങളോട് ഇഷ്ടമുള്ളവർ കേട്ടാൽ മതി എന്ന് പറയുന്നതും കേട്ടു. ഇഷ്ടമുള്ളവരുടെ മാത്രം മുഖ്യമന്ത്രി അല്ല സർ. നാട്ടിൽ പ്രഭുക്കളെ നമിക്കാൻ അറിയാത്തവരെ അപമാനിക്കാതെയും ഇരിക്കാം. ഉമ്മൻചാണ്ടിയുമായുള്ള താരതമ്യങ്ങൾ കണ്ടു കാര്യമില്ല. ഉമ്മൻചാണ്ടിയും പിണറായി വിജയനുമാണ്. വി ഡി സതീശനുമാണ്. അതും ഈ ദിവസം നമ്മൾ പിന്നെയും കണ്ടുവല്ലോ. പരിധി വിട്ടോ പ്രതികരണങ്ങൾ എന്നതാണ് ചോദ്യം. CPM-ൽ നിന്ന് ശ്രീ ജെക്സി തോമസ്, കോൺഗ്രസിൽ നിന്ന് ശ്രീ റിജിൽ മാക്കുറ്റി, വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോർജ് പൊടിപ്പാറ എന്നിവരാണ് നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ ചേരുന്നത്. ഈ ചർച്ച തുടങ്ങേണ്ടത് സ്വാഭാവികമായും CPM-ന്റെ പ്രതിനിധിയിൽ നിന്നാണ്. ജെക്സി തോമസ് എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോകുന്നത്. ശ്രീ റിജിൽ മാക്കുറ്റി, തെരുവിലിറങ്ങി ചോദിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത്. ഒരു പൊതുയോഗമാണ്, സ്വാഭാവികമായും ചോദ്യങ്ങൾക്ക് ഇടമില്ല. മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ചോദിക്കുന്നത് ഔചിത്യമല്ല എന്നുള്ളതാണ് വിശദീകരണം. അതെന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് പര്യാപ്തമായി തോന്നാത്തത്? ശ്രീ മാധു, ഈ പ്രതിപക്ഷത്തിന് മാത്രമല്ലല്ലോ, കേരളത്തിലെ ജനങ്ങൾ, സാമാന്യ ജനങ്ങളുടെ മുമ്പിലാണ് മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചത്. ഒരാൾ ചോദ്യം ചോദിക്കാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന വേദിക്കകത്ത് നിന്ന് അങ്ങനെ ചോദ്യം ചോദിച്ചാൽ ആ രൂപത്തിലല്ല മറുപടി പറയേണ്ടത് എന്നുള്ളതാണ് ഈ കേരളത്തിൻ്റെ അകത്തെ സാമാന്യ ജനതയുടെ ഒരു വികാരം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കാൻ ഉണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പം തന്നെ മുഖ്യമന്ത്രി വീട്ടിൽ പോയി ചോദിച്ചോ മറ്റു രൂപത്തിലുള്ള അങ്കലാപ്പോ അവിടെ അലങ്കോലപ്പെടുത്താൻ ഒന്നും ശ്രമിച്ചതായിട്ടും നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷേ ഒരു മുഖ്യമന്ത്രിയുടെ തനി സ്വഭാവം ഇതാണ്. ഇപ്പോൾ കാക്ക കുളിച്ചാൽ കൊക്കാകുമെന്ന ചോദ്യമുണ്ട്. അപ്പോൾ തീർച്ചയായും പിണറായി വിജയന് ഒരു ശൈലിയുണ്ട്. ആ ശൈലി തന്നെയാണ് അത് PR വർക്കിലൂടെ മോഡിഫൈ ചെയ്ത് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ശൈലി. ചില സമയത്ത് അദ്ദേഹത്തിന് ആ ശൈലി മാറേണ്ടി വരും. അങ്ങനെ അദ്ദേഹം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനകത്ത് പുതിയ പുതിയ വാക്കുകൾ, ആളുകളെ തെറി വിളിക്കുന്ന ആ വാക്കുകൾ, ചെറ്റയെന്നും പരനാറിയെന്നും നിഷ്ഠജീവി എന്നൊക്കെ വിളിച്ച് അതിനെ പുതിയ രൂപത്തിലുള്ള അർത്ഥം കണ്ടെത്തിയ, നമ്മുടെ മലയാള ഭാഷക്ക് പുതിയ തരത്തിലുള്ള വേർഷൻ കണ്ടെത്തിയ ഒരു മനുഷ്യനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയന്റെ വായിൽ നിന്ന് അത്തരം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കേരള ജനങ്ങൾ സാമാന്യം കാണുന്ന ഒരു കാര്യം തന്നെയാണ്. അതാണ് ഇന്നലെ അവിടെ സംഭവിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു ധാർഷ്ട്യത്തിന്റെയും ധിക്കാരത്തിന്റെയും പ്രതീകമായി മുഖ്യമന്ത്രി മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണോ കേരളത്തിനകത്ത് വേണ്ടത് എന്ന ചോദ്യം സ്വാഭാവികമായി അനൗചിത്യം മനസ്സിലായി എന്നുള്ളതാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അതെ, തീർച്ചയായും അയാൾ ചോദിച്ചപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയനോട് ചോദ്യം ചോദിച്ചു. നാളെ കടുപ്പിച്ച് പറഞ്ഞ 51 വെട്ടാൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ്. ആ ചോദ്യത്തിന്റെ പേരിൽ അയാളെ നാളെ വീട്ടിനകത്ത് എന്തൊക്കെ ചെയ്യുമെന്ന് അയാൾക്ക് ഭയം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ചോദിക്കാൻ കാണിച്ച ചോദ്യത്തിന്റെ മുമ്പിൽ അത് ഉമ്മൻചാണ്ടി ആയിരുന്നില്ല, അത് പിണറായി വിജയനാണ്. അദ്ദേഹം ആ സമയത്ത് മറന്നുപോയിട്ടുണ്ടാവും. ഉമ്മൻചാണ്ടിയാണെങ്കിൽ കേട്ടിരിക്കും, ചോദ്യം ചോദിക്കൂ, ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പിണറായി വിജയന്റെ ശൈലി അങ്ങനെയല്ല. പക്ഷെ അദ്ദേഹം ആ പാവത്തിന് തോന്നിപ്പോയി ചോദ്യം ചോദിക്കണമെന്ന്. ചോദിച്ചപ്പോഴാണ് ഇത് വിവാദമായപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇതിന്റെ പേരിൽ പിന്നെയും ചിലപ്പോ എന്താ സംഭവിക്കുക എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കും വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട്. ഒരു അതെ അല്ല, വി ഡി സതീശനോട് അങ്ങനെ ചോദിച്ചപ്പോൾ വീട്ടിൽ പോയി ചോദിച്ചു എന്ന് എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞില്ലല്ലോ. വീട്ടിൽ പോയി ചോദിച്ചു എന്ന് പറയുന്ന രൂപത്തിലേക്ക് വി ഡി സതീശൻ പറഞ്ഞില്ലല്ലോ. ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടായപ്പോൾ അവിടെ കർക്കശ സ്വഭാവം എടുക്കുന്നത് മാത്രമല്ല, അവിടെ അതിനോട് അവിടെ ഇരിക്കൂ, ഇനി മിണ്ടരുത് എന്നതടക്കം പറയുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് ആ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അത് രണ്ടും ഒരു പരിപാടി നടക്കുമ്പോൾ അത് ചില അങ്കലാപ്പാകുന്ന രൂപത്തിലേക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയല്ല, ഒരു ചോദ്യമുണ്ട്, എന്റെ വീട്ടിൽ പോയി ചോദിക്കുന്നല്ലോ. രണ്ട് ശൈലിയല്ലേ അത്. ആ രൂപത്തിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അലങ്കോലപ്പെടുത്താനോ മുഖ്യമന്ത്രിയുടെ പൊതുയോഗം താറുമാറാക്കാനോ ഒന്നും ശ്രമിച്ചില്ല. എനിക്കൊരു ചോദ്യമുണ്ട്, വീട്ടിൽ പോയി ചോദിക്കുക എന്നാൽ ഒരു ചോദ്യം ഒരു മറുപടിയാണല്ലോ.
അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടായിട്ട് നിങ്ങൾ കാണണം. അപ്പോൾ പിണറായി വിജയനാണ്, അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നതാണ് കേരള ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയൊക്കെ പറയണോ എന്നുള്ള ചോദ്യം, അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന ചോദ്യം ജനങ്ങളുടെ മുമ്പിലാണ്. ആ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഏതായാലും തെരഞ്ഞെടുപ്പ് വരാൻ പോകല്ലേ, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണല്ലോ നടക്കാൻ പോകുന്നത്. കേരളത്തിലെ 10 വർഷക്കാലത്തെ ഈ കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ള നടത്തിയിട്ടുള്ള ഒരു സർക്കാർ, ശബരിമല അയ്യപ്പന്റെ സ്വർണം പോലും മോഷ്ടിച്ച് അതിനകത്ത് മേനി നടക്കുന്ന സർക്കാർ, അങ്ങനെ പിന്നെ രക്തസാക്ഷികളെ ഫണ്ട് അടിച്ചു മാറ്റിയതിന്റെ പേരിൽ പാർട്ടിക്കകത്ത് നിന്ന് ശബ്ദമുയർത്തിയ ആള്, അയാൾ തന്നെ ഇപ്പൊ പയ്യന്നൂർ മത്സരിക്കുന്നു, ആ MLA സീറ്റ് കൊടുത്തു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, വിലക്കയറ്റം ഉൾപ്പെടെ അത് നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായിട്ടും അതിന്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള ചോദിക്കുന്നതാണ് കേട്ടോ. എന്റെ വേർഷൻ ആണെന്നൊന്നും പറഞ്ഞു കളയരുത്. സ്വാഭാവികമായും, കാരണം ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷത്ത് എന്താണ് നടക്കുന്നത് എന്ന ചോദ്യങ്ങൾ ഇന്ന് വലിയ തോതിൽ ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ശ്രീ റിജിൽ മക്കുറ്റി, പക്ഷെ നോക്കൂ, ഔചിത്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് നിങ്ങൾ, അല്ലെ? ഒരാൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ആ ചോദ്യകർത്താവിനോട് വീട്ടിൽ പോയി ചോദിക്കൂ എന്നാണോ ചോദിക്കേണ്ടതെന്ന് നോക്കൂ. നമ്മൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിൽക്കുന്ന വേദിയിൽ കോൺഗ്രസിന്റെ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി കളിക്കുന്നത് കണ്ടില്ലേ? ബലപ്രയോഗം ഉണ്ടാകുന്നത് കണ്ടില്ലേ? ഔചിത്യം അവിടെയൊന്നും ബാധകമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് തിരിച്ച CPM-കാർ. അല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനകത്ത് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. പിണറായി വിജയന്റെ ശൈലി അറിയാം. പ്രതിപക്ഷ നേതാവ് അലങ്കോലം എടുക്കുന്ന സമയത്ത് ആ സമയത്ത് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും വിഷയം ഉണ്ടാകും. നമ്മുടെ ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ അത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടില്ലേ സമ്മേളനം നടക്കുമ്പോൾ ഉഷാ ഉതുപ്പിന്റെ ഗാനമേളയെല്ലാം നടക്കുന്നത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ കുറിച്ച് നമുക്കറിയാലോ, സ്വാഭാവികം നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടിക്കകത്ത് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവിടെ നേതാക്കന്മാർ തമ്മിലുണ്ടെങ്കിൽ പ്രതികരിച്ചില്ല. ഇതങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എന്തോ ഒരു ചോദ്യം ആ പാവത്തിന് ചോദിക്കാനുണ്ടായിരുന്നു. ആ ചോദ്യം ചോദിച്ചു പോയി. മുഖ്യമന്ത്രിയെ ഇവിടെ ചോദിക്കാമെന്ന് കരുതി ചോദിച്ചതാണ്. ഇതും തമ്മിൽ നിങ്ങൾ കൂട്ടിക്കൊടുക്കേണ്ട. അങ്ങനെ പാർട്ടിയുടെ പരിപാടിയും പൊതുയോഗങ്ങളൊക്കെ നടക്കുമ്പോൾ അത്തരത്തിൽ സംഭവങ്ങളുണ്ട്. നിങ്ങൾ ആ പരിപാടി നടക്കുന്ന സമയത്ത് തന്നെ നിങ്ങളൊക്കെ ക്യാമറാമാൻ അവിടെ ഉണ്ടല്ലോ, അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അലങ്കോലമാകുന്ന രൂപത്തിൽ ആ സമ്മേളനം മാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഒരു ചോദ്യം എന്നുള്ള സെന്റൻസ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊരു ചോദ്യം, എന്നൊരു മറുപടി ഉണ്ടാവുകയും ചെയ്യുന്നത്. നോക്കൂ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പൊ സുജിത് ഭക്തന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. അതിനകത്താണ് ശ്രീ റിജിൽ മാക്കുറ്റി കേറി വാടാ മക്കളെ എന്നാണ് ഞാൻ പറയുക, എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാം, ഞാൻ ഈ കടക്കുപുറത്ത് പോലെയുള്ള കാര്യങ്ങളൊന്നും ആവർത്തിക്കില്ല തുടങ്ങിയ ഒരുപാട് ഒരു പ്രതീതി സൃഷ്ടിക്കലുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട്. അതിനുശേഷമാണ് പെട്ടെന്ന് ഈ കാര്യം പുറത്തേക്ക് വരുന്നത്. അത് സ്വതസിദ്ധമായ ഒരു പ്രവണത, സ്വഭാവ സവിശേഷത പുറത്തേക്ക് വന്നു എന്നാണ് ഇന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കാക്ക വിളിച്ചാൽ കൊക്കാവോ ചോദിച്ചതിന് അർത്ഥം എന്താ? അത് ഇത്തരം പഴഞ്ചൊല്ലുകൾക്കൊക്കെ വല്ലാത്ത വിരുദ്ധതയുണ്ട്, രാഷ്ട്രീയ വിരുദ്ധതയുണ്ട്, സ്ത്രീ വിരുദ്ധതയുണ്ട്, ഈ ക്ലാസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം സണ്ണി കപ്പിക്കാടിനെതിരെ ഒരു പരാമർശമുണ്ട്. ഞാനൊന്നും ആവർത്തിക്കാൻ തയ്യാറാകുന്നില്ല. പഴഞ്ചൊല്ലുകൾക്ക്, ഈ ഇത്തരത്തിലുള്ള ഉപയോഗങ്ങൾക്ക്, ഭാഷയ്ക്കൊക്കെ രാഷ്ട്രീയമില്ലാതെ പോകുന്നത് എല്ലാവരുടെയും കുറ്റമാണ്. അല്ല മാധു, ഞാൻ ഒരാളെ പരനാറിയെന്നും ചെറ്റയെന്നും അതോടൊപ്പം തന്നെ മറ്റ് നികൃഷ്ടജീവി എന്നൊക്കെ വിളിക്കുന്ന ഒരാളെ ശൈലിയെ കുറിച്ച് പറയുന്നതാണ്. ആ ശൈലി അദ്ദേഹത്തിന് മാറ്റാൻ പറ്റില്ല. കേരളത്തിന്റെ മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരിക്കലും കേൾക്കാൻ പറ്റാത്ത, നമ്മുടെ നാട്ടില് ആളുകൾ അത്യാവശ്യം മദ്യപിച്ചൊക്കെ ആളെ തെറി വിളിക്കുന്ന രൂപത്തിൽ പറയുന്ന വാക്കുകളാണ് ഇത്തരം വാക്കുകൾ. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു മാന്യനായി നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ പറയേണ്ട വാക്കുകളല്ല. ആ വാക്കുകളെ ചെറ്റയെന്ന് വിളിക്കുന്നത് ഏത് രൂപത്തിലാണ്? അങ്ങനെ വിളിക്കുന്ന ആളെ പിന്നെന്താ പറയാ? പിന്നെ ഏത് രൂപത്തിലാണ് ഉപമിക്കുക? അപ്പൊ അദ്ദേഹം അത് ഒരുപാട് അദ്ദേഹത്തിന്റെ ഒരു PR വർക്കിന്റെ ഈ പറയുന്ന പല അഭിമുഖത്തിന്റെയും പല ആളുകളും അദ്ദേഹത്തെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെയൊന്നും പ്രതികരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ബിംബം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എല്ലാ കാലവും അദ്ദേഹത്തിന് അത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ്. പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അദ്ദേഹം ചൂടാവും. ആ രൂപത്തിൽ അദ്ദേഹത്തിന് സകല കാര്യങ്ങളും അദ്ദേഹം മറന്നുപോകും എന്നുള്ളതാണ്. അത് അദ്ദേഹം പറഞ്ഞതാണ്. അത് പിണറായി വിജയനെ വിലയിരുത്തുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാം എന്താണ് പിണറായി വിജയൻ എന്ന്, വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. ശരി, ശ്രീ ജോർജ് പടിപ്പാറ, അങ്ങനെ PR-ലൂടെ നിർമ്മിച്ചു വെച്ചിരുന്ന ഒരു ബിംബം ആണോ ഇന്ന് തകർന്നു പോകുന്നത്? ഈ ഒരു പ്രതികരണത്തിലൂടെ മുഖ്യമന്ത്രി എന്താണ് എന്ന് വീണ്ടും വെളിപ്പെടുത്തി എന്നുള്ളതാണോ? അതായത് ഈ കടക്കുപുറത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് തനതായ ഒരു പ്രതികരണം ഉണ്ടാകുന്നു എന്ന നിലയ്ക്ക് തന്നെ അതിനെ കാണേണ്ടതുണ്ടോ? അതോ തുടർന്ന് വന്ന ഒരു പ്രസംഗം, അത് പകുതി സമയത്ത് വെച്ച് ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വാരസ്യം ആ പ്രായത്തിൽ, ആ പഴയ രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രതിഫലിച്ചു എന്ന് കരുതി അതിനെ ലഘൂകരിച്ച് കാണാവുന്നതാണോ? മാധു, ഇത് ഒരു തവണയല്ല, 2 തവണയല്ല, എത്രയോ തവണ ഈ രീതിയിൽ സഡൻ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. അതായത് ഇപ്പോൾ
ഇതൊരു പാർട്ടി പൊതുയോഗമാണ്. സാധാരണഗതിയിൽ പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാകാറില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ചോദ്യം ചോദിച്ചത് ഒരു പക്ക സഖാവാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനാണ്. മുൻനിരയിലിരിക്കുന്ന ആ മനുഷ്യൻ പിന്നീട് പറഞ്ഞതെന്താ, ദാസ് ജോർജ് എന്ന് പറയുന്ന ആ സഖാവ്, ആ സാധാരണ മനുഷ്യൻ പറഞ്ഞതെന്താണ്, ഇങ്ങനെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എങ്ങനെ ഫണ്ട് കണ്ടെത്തും, നമ്മൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ആ കേവലമായൊരു സംശയം ആ പാവം മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായതാണ്. ആവേശം കൊണ്ട് വന്നൊരു ചോദ്യമാണ്. പക്ഷെ ആ ചോദ്യത്തിന് ഇമാതിരി ഒരു മറുപടി അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. ഒരു മുഖത്ത് കാരണക്കുറ്റി നോക്കി ഒരു അടി കിട്ടിയ പോലെ അത് മലച്ചു പോയി കാണും. എന്തിനാണ് അത്രയും രൂക്ഷമായിട്ടൊക്കെ പ്രതികരിക്കുന്നത്? ഒരുപക്ഷെ ഒരു സഡൻ ഇമ്പൾസ് ആകാം, കൽപ്പിച്ച് കൂട്ടി നേരത്തെ കൂട്ടി ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചൊന്നും അല്ലല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്രതികരണമാണ്. പക്ഷെ ഒരു മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇത്രയും കലിപ്പിച്ച് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. അത്രത്തോളം ആവശ്യമുണ്ടോ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാനോ അദ്ദേഹത്തെ കൊച്ചാക്കാനോ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താനോ ഒന്നുമല്ല. ഒരു സാധാരണ പാർട്ടി സഖാവ് ൻ്റെ മനസ്സിലുണർന്ന ഒരു ചോദ്യം, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുള്ള ആവേശം കൊണ്ട് തന്നെ ചോദിച്ചു പോയ, അദ്ദേഹവും ഈ സ്പോണ്ടേനിയസ് ആയിട്ട് ചോദിച്ചു പോയതാണ്. പുള്ളിക്ക് പിണക്കമൊന്നുമില്ല, ഞാനത് ചെയ്തത് ശരിയായില്ല എന്ന് അദ്ദേഹം പറയുന്നു, അത് പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്നു, അതിൻ്റെ ആ പൊതുസമ്മേളനത്തിൻ്റെ ഒരു സ്പിരിറ്റിന് ചേർന്ന നടപടി ആയില്ല, എനിക്ക് ഒരു വേദനയില്ല, എൻ്റെ ഭാഗത്തു നിന്നാണ് തെറ്റ് എന്നത് ഏറ്റു പറയുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തെ പോലെ ഒരാൾ, അദ്ദേഹം ഒരു ചെറിയ മനുഷ്യനാണ്, അതൊരു സാധാരണ മനുഷ്യനാണ്, അയാൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പോളിഷ്ഡായിട്ട് പെരുമാറാനൊന്നും അറിയില്ല. പക്ഷെ മുഖ്യമന്ത്രി എത്രയോ സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്, ഏതെല്ലാം പദവികൾ അലങ്കരിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇത്രത്തോളം കലുഷമായിട്ട് പ്രതികരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് ചിരിക്കാം, സാരമില്ല അവിടെ ഇരിക്കുക, ഞാൻ മറുപടി പറയാം എന്ന് ചോദ്യം ചോദിക്കേണ്ട ഇപ്പോഴല്ലല്ലോ, പ്രസംഗം തീരട്ടെ എന്നിട്ട് ചോദിക്കാം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊന്ന് തിരിച്ചു ഒഴിയേണ്ട ഒരു സംഭവമാണ്. വേണമെങ്കിൽ ആ ചോദ്യത്തെ അവഗണിക്കാം, അല്ലെങ്കിൽ തുടർശല്യമാണ് എങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഉദ്യോഗസ്ഥരുണ്ട്, അവരോട് ഈ സമാധാനപരമായത് കൈകാര്യം ചെയ്യാൻ പറയാം, അങ്ങനെ പലതും ചെയ്യാം, അതും പറയാം. അത് അവിടെ ഇപ്പോൾ നേരത്തെ ഇതുപോലുള്ള സാഹചര്യങ്ങൾ പല രാഷ്ട്രീയ നേതാക്കൾക്കും ഉണ്ടായിട്ടുണ്ട്. അത് PK നയനാർ സഖാവിൻ്റെ കാലത്താണ് അദ്ദേഹം പ്രതികരിക്കുന്ന ഈ രീതിയിലായിരിക്കില്ല. അതുപോലെ ഉമ്മൻചാണ്ടി അങ്ങനെയല്ല പ്രതികരിക്കുന്നതെന്ന് ഇന്ന് പല ചാനലുകളും കാണിച്ചു. ഒരുപക്ഷെ ഈ രീതിയിൽ പ്രതികരിക്കുന്ന ആളുകൾ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പത്രസമ്മേളനങ്ങളിലൊക്കെ പലപ്പോഴും പലരും പൊട്ടിത്തെറിക്കാറുണ്ട്, അസുഖകരമായ ചോദ്യങ്ങളോട് ഇത്തിരി അമർഷത്തോടെയൊക്കെ പ്രതികരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, VD സതീശൻ അടക്കം. പക്ഷേ ഈ രീതിയിലൊരു പൊതുയോഗത്തിൽ ഇങ്ങനെയൊന്നും ഒരു ചോദ്യം ചോദിക്കുന്നവരോട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ടിക്കാരനോട് ഈ രീതിയിൽ ആരും പൊട്ടിത്തെറിക്കാറില്ല. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ആ ഒരു സ്വതസിദ്ധമായ ശൈലിയാകാം. പക്ഷേ ഇതാദ്യമായിട്ടല്ല മധു. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങളിൽ പലപ്പോഴും അദ്ദേഹം പാലിക്കേണ്ട മിതത്വവും മാന്യതയും പുലർത്തുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നികൃഷ്ടജീവി മുതൽ ഇങ്ങേയറ്റത്ത് ചെറ്റത്തരം വരെയുള്ള പ്രയോഗങ്ങളിലൂടെ നമ്മൾ ആവർത്തിച്ച് കാണുന്നത് അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളിൽ പലതും എന്താ പറയുക, സുജന മര്യാദയ്ക്ക് ചേരാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പദവിയിലിരിക്കുന്ന ഒരാളുടെ ആ ഒരു സംസാരത്തിന് ചേരാത്ത രീതിയിലുള്ള പ്രയോഗങ്ങൾ ഉണ്ടാവുന്നു. ഈ ചെറ്റത്തരം എന്നുള്ളതിന് അദ്ദേഹം പറയുന്നത് ചെറ്റ എന്നല്ല വിളിച്ചത്, ചെറ്റത്തരം എന്നുള്ളത് ഭാഷയിലുള്ളൊരു പ്രയോഗമാണ്, അതിലെന്ത് അശ്ലീലമാണ് ഉള്ളത് എന്ന് പറയുമ്പോഴും അത് സുധാകരനെ പോലെ ഒരാളുടെ നേരെയാണ്, അദ്ദേഹത്തോളം തന്നെ പരിചയസമ്പത്തുള്ള എക്സ്പീരിയൻസ് ഉള്ള പാർട്ടിയുടെ 10-60 വർഷത്തോളം പാർട്ടിയിൽ, ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം പാർട്ടി വിട്ടു, പാർട്ടിയിൽ അംഗത്വം പുതുക്കിയില്ല എന്നുള്ളതൊക്കെ നേര് തന്നെ. അദ്ദേഹത്തിനെതിരെ പാർട്ടി സഖാക്കൾ ആഞ്ഞടിക്കുന്നുണ്ട്, വർഗവഞ്ചകൻ, അതും ഉണ്ട്. ഒന്ന് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യുമല്ലോ, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ ജെക്സി തോമസ്, നമുക്ക് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, ഒരു പാർട്ടിക്കാരനാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാർക്കശ്യം, ധാർഷ്ട്യം തുടങ്ങിയതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്, വലത് പക്ഷ മാധ്യമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ പ്രഹേളികയാണ്. അതിനപ്പുറത്ത് സഖാവാണ് എന്ന ചിന്തയായിരിക്കില്ല ഒരുപക്ഷെ അദ്ദേഹത്തെ നയിച്ചിട്ടുണ്ടാവുക. അല്ല, ഈ കാര്യത്തിനകത്ത് ഇപ്പോൾ നിങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയത്തിൽ ചോദ്യം ഉന്നയിച്ചു എന്ന് കരുതപ്പെടുന്നയാളും മുഖ്യമന്ത്രിയും രണ്ടുപേരും അവരവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം നൽകിയിട്ടുള്ളതാണ്. വീണ്ടും പ്രസക്തമായ എന്തെങ്കിലും ഒരു പുതിയ അഭിപ്രായ പ്രകടനത്തിന് ഈ ദിവസത്തെ ചർച്ചാ വിഷയമായി ഇത് എടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ നിലപാട്, ഞങ്ങളുടെ അഭിപ്രായം അത് കഴിഞ്ഞു. അതായത് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ പ്രധാനപ്പെട്ട വിഷയമായി നിങ്ങൾ അവതരിപ്പിക്കുന്ന ഈ കാര്യം
എത്രയോ ലഘൂകരിക്കപ്പെട്ട നിലയിൽ സംസാരിച്ച് അവസാനിപ്പിക്കപ്പെട്ട വിഷയമാണ്. വീണ്ടും അതിന്മേൽ എടുത്തു വെച്ചിട്ട് ഒരു പുതിയ അഭിപ്രായ പ്രകടനം സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം. എന്തായാലും ഇരിക്കട്ടെ. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് തൊട്ട് മുമ്പ് സംസാരിച്ച ആളാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ കോപ്പാനലിസ്റ്റായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനി അദ്ദേഹം തുടർച്ചയായി പറയുന്നു, ഈ പറയുന്നത് പോലെ ഇദ്ദേഹം എത്രയോ പദവികൾ അലങ്കരിച്ചിരുന്നയാളാണ്, ഈ നിലയിലാണോ പ്രതികരിക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ കാണേണ്ടത് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുന്നു. ആ പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ആർക്കും ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ തേടാനും ഒക്കെയുള്ള അവകാശം പല ഘട്ടങ്ങളിലുമുണ്ട്. പക്ഷെ അതിനുള്ള വേദിയല്ല ഒരു രാഷ്ട്രീയ പൊതുയോഗം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ചോദ്യോത്തര പങ്ക്തിക്കായിട്ടല്ല മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യാൻ ഒരു സദസ്സിലേക്ക് എത്തുന്നത്. മറിച്ച് കഴിഞ്ഞൊരു 10 കാലയളവ് തന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ സൃഷ്ടിച്ചെടുത്ത മാറ്റങ്ങൾ, ആ മണ്ഡലത്തിലും പത്തനംതിട്ട ജില്ലയിലും പൊതുവിൽ കേരളത്തിലും സൃഷ്ടിച്ചെടുത്ത മുന്നേറ്റങ്ങൾ, ഇതിനെ സംബന്ധിച്ച് ജനങ്ങളുമായി സംവദിക്കാനാണ്. ഒരു വാർത്താ സമ്മേളനത്തിലാണ് അല്ലെങ്കിൽ ഒരു മുഖാമുഖ പരിപാടിയിലാണ് ഈ പറയുന്നത് പോലെ സമാനമായ ഒരു ചോദ്യം ഉയരുന്നതെങ്കിൽ അദ്ദേഹം മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ഇനിയിപ്പോൾ ഇത് വെച്ച് സമീകരിച്ചിട്ട് മറ്റനേകം നേതാക്കന്മാരുടെ ഉദാഹരണങ്ങളിലേക്ക് എനിക്ക് വേണമെങ്കിൽ പോകാം. ഞാൻ ഈ ഘട്ടത്തിൽ അത് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു ചില പേരുകാരെ സംബന്ധിച്ച് ഇല്ലേ, വേണമെങ്കിൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അനഭിമിതമായ ചോദ്യം ഉയർന്നു വന്നപ്പോൾ ഇതേപോലെ കടിപ്പിച്ച് വെച്ചിരുന്ന മൈക്കും ലേപ്പഡും വലിച്ചൂരിക്കളഞ്ഞ് മാധ്യമപ്രവർത്തകനോട് ശോഭിച്ചു കൊണ്ടുപോകുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ സമാദരണീയനായ നേതാവ് നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. പക്ഷെ അത് വെച്ചിട്ട് ഒരു പ്രതീതി നിർമ്മാണം, ഒരു പൊതുബോധ നിർമ്മാണം നിർഭാഗ്യവശാൽ മുഖ്യധാരാ മാധ്യമങ്ങൾ നടത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ അത്തരം അനുഭവങ്ങളുടെ എണ്ണം മാധ്യമങ്ങളോട് കലഹിക്കുന്നതിൽ ആരും പിന്നിലല്ലോ, കടക്കുപുറത്തൊക്കെ നമ്മുടെ മുന്നിലുള്ളതല്ലേ. അതിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെങ്കിലും ആ തരത്തിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. പാലക്കാട്ടെ നിങ്ങളുടെ പാർട്ടിയുടെ ഉന്നതനായ നേതാവ് എങ്ങനെയാണ് മാധ്യമങ്ങളെ വിശേഷിപ്പിച്ചത്? ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്ന് വിളിച്ചില്ലേ? അപ്പോൾ മാധ്യമപ്രവർത്തകർ ഈ നിലയ്ക്ക് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് പലതും കേൾക്കാറുണ്ട്. ഞാൻ എന്താണ് ശ്രീ ജെക്സി തോമസിനോട് ചോദിച്ചത്, ഒരു സാധാരണക്കാരനല്ലേ, ജനത്തിന്റെ പ്രതീകമല്ലേ, നിങ്ങൾക്ക് വലതുപക്ഷ രാഷ്ട്രീയത്തോടോ മാധ്യമപ്രവർത്തകരോടോ ഒന്നും സമീകരിക്കാൻ കഴിയില്ലല്ലോ. ഏറ്റവും സാധാരണക്കാരനായ പ്രവർത്തകൻ സഖാവ് എന്ന നിലയ്ക്കായിരിക്കില്ലേ പ്രതികരിച്ചത് എന്നുള്ളതാണ് ചോദിച്ചത്. ഇപ്പൊ നോക്കൂ, അങ്ങ് പറയുന്നു ശരിയാണ്, അനൗചിത്യമുണ്ട്, തർക്കമില്ല നമ്മൾ തമ്മിൽ അതിൽ. പക്ഷേ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന ഒരു വാക്കിനും വീട്ടിൽ പോയി ചോദിക്കൂ എന്ന പ്രതികരണത്തിനും എടുക്കുന്നത് ഏറെക്കുറെ ഒരേപോലെയുള്ള സമയമല്ലേ? അപ്പൊ അതിൽ ഔചിത്യവും അനൗചിത്യവും തിരിച്ചറിയാൻ മുഖ്യമന്ത്രിക്കാകില്ലേ? ഇല്ല, മുഖ്യമന്ത്രി അതിലെ അനൗചിത്യത്തെ സംബന്ധിച്ചും അങ്ങ് സൂചിപ്പിച്ച് ഈ പ്രതികരണം നടത്തിയ ബഹുമാന്യനായ വ്യക്തി അദ്ദേഹത്തിന്റെ തന്നെ പ്രതികരണത്തിലെ ശരിയില്ലായ്മയെ സംബന്ധിച്ചും രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞുവല്ലോ, ഈ ഇപ്പൊ പൊതുയോഗങ്ങളിൽ നേതാക്കന്മാരുടെ പ്രവർത്തന ശൈലിയെ സംബന്ധിച്ചാണെങ്കിൽ അക്കാര്യത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോടും നിലവാരം കുറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിക്ക് എന്ന് ആധികാരികമായി തന്നെ പറയും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന പ്രതിപക്ഷ നേതാവിന്റെ ജാഥയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ ഏത് രൂപത്തിലുള്ളതായിരുന്നു? ഏതോ ഒരു അങ്ങയുടെ തന്നെ വാചകം കടമെടുത്താൽ ഏതോ ഒരു നിസ്വനായ മനുഷ്യൻ, ഒരു സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകൻ ഒരു പടക്കം പൊട്ടിച്ചപ്പോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്തായിരുന്നു? പ്രസംഗിക്കാൻ അദ്ദേഹത്തിന്റെ സമയത്തിനെത്താത്തത് കൊണ്ട് കേൾക്കാതെ പോയതാണ്. അതൊക്കെ കോൺഗ്രസിനോടുള്ള ചോദ്യമല്ലേ? ഞാൻ കോൺഗ്രസിനോട് ചോദിച്ചു. ഞാൻ ഇപ്പൊ ചോദിച്ചത് CPM-നോടുള്ള ചോദ്യമാണ്. ചർച്ചയ്ക്ക് സമയത്തിനെത്താത്തത് ബോധപൂർവമായ ഒരു കാര്യത്തിന്റെ ഭാഗമല്ല. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തപ്പെടുകയാണല്ലോ. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഉള്ളത്. അതുകൊണ്ട് അങ്ങയുടെ അറിവിലേക്ക് ഞാൻ പറഞ്ഞതാണ്. കോൺഗ്രസുകാരോടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, അങ്ങയോടുള്ള ചോദ്യത്തെ അഭിമുഖീകരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. എണ്ണം പറഞ്ഞ് ഞാൻ അങ്ങ് പറഞ്ഞത് എല്ലാം ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതിനെ സംബന്ധിച്ച് തന്നെയാണ് പറഞ്ഞത്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഈ വിഷയത്തിനകത്ത് നിങ്ങൾ മുഖവിലക്കെടുക്കുന്ന വാചകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അനൗചിത്യമായിരുന്നു. ഈ വിഷയത്തിലെ അനൗചിത്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ഈ ചോദ്യകർത്താവായി നിങ്ങൾ പറയുന്ന സാധാരണക്കാരനായ പത്തനംതിട്ട സ്വദേശി തന്നെ അദ്ദേഹം ചോദിക്കേണ്ട ചോദ്യം ഉന്നയിച്ച സ്ഥലം ഇതൊക്കെ പ്രശ്നമായിരുന്നു എന്നും അത് അവിടെ വെച്ചായിരുന്നില്ല എന്നും അതിലെ അനൗചിത്യം തനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നും താനാണ് ആ കാര്യത്തിൽ തെറ്റുകാരനെന്നും അദ്ദേഹം എല്ലാ മാധ്യമങ്ങളുടെയും മുമ്പിൽ ആവർത്തിച്ചു. അദ്ദേഹം പറഞ്ഞതിലെ അനൗചിത്യത്തെ കുറിച്ചാണ് അങ്ങ് പറയുന്നത്. അത് സമ്മതിച്ചു, അത് മുഖ്യമന്ത്രി പറഞ്ഞു, അത് അദ്ദേഹവും പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞതിലെ അനൗചിത്യമോ? അദ്ദേഹം പറഞ്ഞതിലെ അനൗചിത്യവും സന്ദർഭവും സാഹചര്യവും ഒക്കെ മുഖ്യമന്ത്രിയും അദ്ദേഹവും പറഞ്ഞു. കറക്റ്റാണ്. മുഖ്യമന്ത്രി പറഞ്ഞതിലെ അനൗചിത്യമോ? നാളെ നോക്കൂ, നമ്മുടെ കുട്ടികൾ കണ്ടു വളരുന്നതല്ലേ. പിണറായി അപ്പൂപ്പൻ എന്ന് വിളിക്കുന്ന എത്ര പേരുണ്ട്, എത്ര കുഞ്ഞുങ്ങളുണ്ട്? എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർ നാളെ അനൗചിത്യമായ ഒരാൾ ഇടപെടുകയാണെങ്കിൽ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ കേൾക്കുമോ? അങ്ങനെ മതിയോ?
അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ ഇന്ന് വിശദീകരിച്ചില്ലേ? ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലൊരു പ്രതികരണം ഉണ്ടായപ്പോൾ അതിനോട് ആനുപാതികമായ പ്രതികരണം തിരികെ ഉണ്ടായി. ആനുപാതികമല്ല. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ഇന്ന് രാവിലെ നടത്തിയ അങ്ങയുടെ തന്നെ വാക്കുകൾ ഞാൻ എടുക്കുകയാണെങ്കിൽ അനുപാതരഹിതമാണ്. ആനുപാതികം അത് അങ്ങയുടെ അഭിപ്രായ പ്രകടനം, ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. വിയോജിച്ചുകൊണ്ട് ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. അത് അങ്ങയുടെ മാത്രം അഭിപ്രായമാണെന്നതാണ് എന്റെ പ്രതികരണം. എന്റെ മാത്രം അഭിപ്രായമാണോ? ഈ നാട്ടിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതികരണം ആ നിലയ്ക്കല്ലേ വന്നത്? CPM ഒഴികെ, CPM-ഉം CPI-യും ഒഴികെ, അല്ലെങ്കിൽ നിങ്ങളുടെ LDF-ലുള്ള ഘടകകക്ഷികൾ ഒഴികെ പ്രതിപക്ഷം വിമർശിച്ചില്ലേ? പ്രതിപക്ഷത്തിലെ നേതാക്കൾ എല്ലാവരും വിമർശിച്ചില്ലേ? പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഏത് വിമർശനത്തിന്റെ പിന്നിലും സുസംഘടിതമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് ചെറിയ അവസരത്തെയും വിനിയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ താറടിച്ച് കാണിക്കാൻ കഴിയുമോ? മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും രാഷ്ട്രീയം പറയാതെ ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളിലൂടെ ഏതെങ്കിലും തരത്തിലൊരു പൊതുബോധ നിർമ്മാണം, പ്രതീതി നിർമ്മാണം നടത്തി ജനങ്ങളിൽ നിന്ന് അകറ്റാൻ കഴിയുമോ? ആ പരീക്ഷണമാണ് നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ ഇതൊരു അവസരമായി മാധ്യമങ്ങൾ മുഖാന്തരം വീണ് കിട്ടിയപ്പോൾ ആ അവസരത്തെ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടെ, ദുഷ്ടലക്ഷ്യത്തോടുകൂടെ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും ഉപയോഗിച്ചു. അവരുടെ പ്രതികരണം എടുത്തു വെച്ചിട്ടായിരിക്കരുത് ഇത്തരത്തിൽ സ്വാഭാവികമായി സംഭവിച്ച ഒരു വിഷയത്തിലെ ശരിതെറ്റുകളെ നമ്മൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എടുത്തു വെച്ചുകൊണ്ടാണ് ഈ ചർച്ച തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ, അതിലെ ഔചിത്യവും അനൗചിത്യവും നോക്കൂ. ഇവിടെ എപ്പോഴും പറയുന്നത് ആ ചോദ്യം ഉയർത്തിയ ആളുടെ ഔചിത്യത്തെക്കുറിച്ച് മാത്രമാണ്. നമുക്ക് വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ ജഡ്ജ് ചെയ്യാൻ എത്ര തിടുക്കമാണ്, എന്തൊരു മിടുക്കാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആ പ്രയോഗത്തെ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞത് നോക്കൂ. ജെയ്സി തോമസ് ചർച്ചയിലിരിക്കുമ്പോൾ റിജൽ മാക്കുറ്റി അങ്ങയുടെ അവസരത്തിൽ ഇടപെട്ടാൽ അങ്ങ് പറയുമോ വീട്ടിൽ പോയി പറയുമെന്ന്? റിജൽ മാക്കുറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങൊന്ന് ഇടപെട്ടാൽ റിജൽ മാക്കുറ്റി അങ്ങയോട് പറയുകയാണെന്ന് പറയുന്നത് വീട്ടിൽ പോയി ചോദിക്കുമെന്ന് അങ്ങ് അത് സമ്മതിച്ചു കൊടുക്കുമോ? അങ്ങ് എന്നോട് ഇടപെടാൻ പറയില്ലേ? ഇതൊക്കെ ഒരു പൊതുമര്യാദയല്ലേ? ഇപ്പോ അങ്ങനെ അങ്ങ് ഇത്തരത്തിലുള്ള ടെലിവിഷൻ സംവാദങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് പറയുകയാണ്. അങ്ങയുടെ സാന്നിധ്യത്തിൽ തന്നെ എത്രയോ കോൺഗ്രസ് RSS നേതാക്കന്മാർ ഇതിനേക്കാൾ മോശമായ പ്രതികരണം നമ്മുടെ സംവാദ മുറികളിൽ സ്വീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതല്ലേ? ഞാനിപ്പോ അതിന്റെ എണ്ണമറ്റ വിശദാംശങ്ങളിലേക്കും ആ പരാമർശം നടത്തിയ ഞാൻ പറയുന്നത് വിമർശിക്കാറുണ്ട്, തർക്കമില്ല, വിമർശിക്കാറുണ്ട്, സംശയമേതുമില്ല, വിമർശിക്കാറുണ്ട്. പക്ഷേ ഇതിന്റെ സാഹചര്യം അതാണോ? ഇതിന്റെ സാഹചര്യം ഒരിക്കലും അതല്ല. ഒരു പ്രവർത്തകരും അല്ലെങ്കിൽ ഒരു അനുഭാവിക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാനെത്തുന്ന ഒരു സാധാരണക്കാരനും 10,000-കണക്കിന് ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന സദസ്സിൽ ഒരു ചോദ്യോത്തര പങ്ക്തിക്കല്ല മുഖ്യമന്ത്രി വരുന്നതെന്ന് എല്ലാവർക്കും സുവിദിതമായ യാഥാർത്ഥ്യമാണ്. പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ആദരണീയനായ ഒരാൾ. അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രഥമമായ പദവിയിലിരിക്കുന്ന ഒരാൾ അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഒരു സാധാരണക്കാരനെയാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഔചിത്യ ബോധത്തെ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഔചിത്യ ബോധത്തെ എന്തുകൊണ്ടാണ് നമ്മൾ ജഡ്ജ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് നമുക്കിതിനെ വിമർശിക്കാൻ കഴിയാത്തത്? അത് ശരിയായില്ല എന്ന് അദ്ദേഹത്തിന് തോന്നാത്തത്? അദ്ദേഹം പോകുന്ന വഴിക്കെല്ലാം ഡിക്ഷണറിയും എടുത്ത ആളുകൾ പോകണമോ? അദ്ദേഹം പോകുന്ന വഴിക്കെല്ലാം ഡിക്ഷണറി എടുത്ത ആളുകൾ പോകണമെന്ന് നമ്മളാരും ആവശ്യപ്പെട്ടില്ലല്ലോ. അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിൽ പോകുന്ന ആളുകൾ ആ ചെന്നു ചേരുന്ന സ്ഥലത്തിനനുസരിച്ചുള്ള ഔചിത്യബോധം, മാന്യമാം വിധമുള്ളവരായിരിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ അങ്ങ് തൊട്ടുമുമ്പ് ഒരു ചോദ്യത്തിന്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചല്ലോ കിടക്ക് പുറത്ത് എന്ന പ്രയോഗം പറഞ്ഞിട്ടില്ല എന്ന്. എന്തുകൊണ്ട് മാധ്യമങ്ങളോടത് പറയേണ്ടതായിട്ട് വന്നു? നമ്മുടെ നാട്ടിൽ അത്യന്തം സംഘർഷപൂരിതമായ ഒരു സ്ഥലത്ത് അവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് അങ്ങേയറ്റം ശ്രദ്ധേയമായ നിലയിൽ ഒരു സമാധാന രൂപത്തിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നു. മാധ്യമ സ്ഥാപനങ്ങളെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടില്ല. അവർക്ക് അവിടെ പ്രവേശനമുണ്ടായിരുന്നില്ല. പ്രവേശനമില്ലാത്ത ഒരു സ്ഥലത്ത് തങ്ങൾക്ക് എന്റെ ഓർമ്മ ശരിയെങ്കിൽ ശ്രീ എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ചർച്ചയാണ്. കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്ന സതുദ്ദേശത്തോടുകൂടെ. അത് അങ്ങേക്ക് ഓർമ്മയില്ലെങ്കിൽ അങ്ങയുടെ PCR ടീമിൽ ചോദിച്ചാൽ മതി. അങ്ങയുടെ സമക്ഷം ലഭ്യമായിരിക്കും. എനിക്കറിയാം അങ്ങേക്ക് പറയാനുള്ള പരിമിതിയാണ്. അത് കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘപരിവാറും CPM-ഉം തമ്മിൽ നടത്തിയ ചർച്ച അല്ലേ? അവിടെ മാധ്യമങ്ങൾ വരരുത്. ആ ചർച്ചയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പകർത്തരുത്, പുറത്തു പറയരുത്. എങ്ങനെയാണ് അങ്ങനെ ഒരു ചർച്ച നടന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞത്? വിളിക്കാതെയും പറയാതെയുമാണോ? അത് ആരാണ് വിളിച്ചതെന്ന് അങ്ങേക്ക് അറിവില്ലായ്മയാണോ? ആ ചർച്ച പുറത്തു വരാതിരിക്കാനുള്ള കപട രോഷപ്രകടനമായിരുന്നു അതെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ അഭിപ്രായമായി കണ്ടെങ്കിൽ അതിന് ബഹുമാനിക്കുമോ? അതായത് അല്ല, അങ്ങേക്ക് എന്താ അഭിപ്രായം പറയാം. ഞാൻ ബഹുമാനത്തോടുകൂടെ തന്നെ വിയോജിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഈ കാര്യത്തിൽ അങ്ങ് അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം വിയോജിപ്പോടുകൂടെ ഞാൻ അങ്ങേക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം എന്ന നിലയിൽ ഞാൻ അതിനെ സ്വീകരിക്കും. തർക്കവേദമില്ല. ഞാനിപ്പോ തൊട്ടുമുമ്പ് ഈ കിടക്കുപുറത്ത് പ്രയോഗത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ കാരണം എന്താണ്?
മാധ്യമങ്ങളുടെ സാന്നിധ്യം ക്ഷണിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ സ്വാഭാവികമായി ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സ്ഥലത്ത് അവർ വരുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇതാകെ എടുത്തു വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ്? അതേ സമാനമാണ് ഈ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. 10,000-കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന ഒരു പൊതുയോഗത്തിൽ, എല്ലാവരും മുഖ്യമന്ത്രിയെ കാണാനും കേൾക്കാനും എത്തുന്ന ഒരു പൊതുയോഗത്തിൽ, ആ സ്ഥലത്ത് ആ പൊതുയോഗത്തിന്റെ മാനകങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, വിരുദ്ധമായി, അതിന്റെ ഒരു ഡെക്കോറത്തിന് വ്യത്യസ്തമായി ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? ആ യോഗത്തിന്റെ അന്തരീക്ഷം പാടെ തകർക്കപ്പെടുകയാണ്. ശേഷം അങ്ങിലേക്ക് വരാം. ഇനി അങ്ങ് പറഞ്ഞതുപോലെ നിങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾ ഇപ്പോൾ ഈ ഇത് അവസാനിപ്പിച്ച് പുറത്തേക്ക് പോകണം എന്ന് പോലും അല്ല പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഇന്നു പറഞ്ഞതുപോലെ തന്നെ അതിൽ ഔചിത്യം ഉണ്ടാകുമായിരുന്നു എന്ന് അന്നും പറഞ്ഞേനെ. കടക്ക് പുറത്ത് എന്നാണ് ഇതേപോലെ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞ അതേ രീതിയിൽ അന്ന് തൊഴിലെടുത്ത് ജീവിക്കുന്ന മനുഷ്യരോട് പറഞ്ഞു എന്ന ഇടത്താണ് അതിലെ അനൗചിത്യവും അന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടത് എന്നൊന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങയോടല്ല, പ്രേക്ഷകരോട്. ഇടവേള. അതിനിപ്പോ BJP-യുടെ സംസ്ഥാന അധ്യക്ഷന്റെ നോമിനേഷനുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ ഉണ്ടാകുന്നു. കോൺഗ്രസ് അതിനെതിരെ യൂത്ത് കോൺഗ്രസ് അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ അദ്ദേഹത്തിന്റെ എതിരാളി തന്നെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് വലിയ പ്രചാരണ ആയുധമായി അത് മാറ്റുകയുമാണ്. ഇന്നിപ്പോൾ ആ വാർത്ത പുറത്തു വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രതികരണം എന്ന് പറയുന്നത്, സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ട ഒരു പ്രതികരണം എന്ന് പറയുന്നത്, ഇലക്ഷൻ കമ്മീഷൻ BJP-യുടെ സീൽ വെച്ച് അതങ്ങ് സാങ്ഷൻ ചെയ്യും എന്നുള്ളതാണ്. ആ നിലയ്ക്കുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരികയാണ്. ഇല്ല, ഇതേപോലെ തന്നെ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള നോമിനേഷനെതിരെയുള്ള പരാതി VD സതീശൻ്റെ നോമിനേഷനെതിരെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതും സ്വീകരിച്ചല്ലോ. അങ്ങനെ ഒക്കെ ഇതിൻ്റെ അകത്ത് ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് എതിരാളിക്കെതിരെ, എതിർ സ്ഥാനാർത്ഥിക്കെതിരെ എന്തൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ, അത് എത്ര ചെറിയ കാരണമാണെങ്കിലും അത് നിസ്സാരമെന്ന് തോന്നുന്നതാണെങ്കിലും ഉപയോഗിക്കുക എന്നൊക്കെയുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കഴിയുന്നത്ര രീതി ചെയ്യുന്നതാണ്. കാര്യം നമ്മുടെയൊക്കെ ഇലക്ഷൻ പ്രചരണങ്ങളുടെയൊക്കെ ഒരു രീതിയും നിലവാരവും ഒക്കെ അങ്ങനെ ആയിപ്പോയി. നോക്കൂ, ഇനിയിപ്പോൾ ആകെ എത്ര ദിവസമുണ്ട് ഇലക്ഷന്, തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തീരാനായിട്ട്. നമ്മുടെ പ്രചരണങ്ങളുടെ ഒരു പോക്ക് നോക്കൂ, അതിൻ്റെ ഒരു രീതി നോക്കൂ. ഇവിടെ ചർച്ച ചെയ്യേണ്ട ജനവിഷയങ്ങളോ ജനങ്ങളുടെ പ്രശ്നങ്ങളോ ഒന്നും അല്ലല്ലോ. ഇവിടെ എന്താണ് VD സതീശൻ്റെ ആസ്തി എത്രയുണ്ട്, അല്ലെങ്കിൽ എത്ര ആ വരുമാനം കാണിച്ചിട്ടുണ്ടോ, രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട് ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടോ, ഇവിടെ ഡീല് നടക്കുന്നുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ, ഇതല്ലാതെ ഇവിടെ പറയാനില്ല. കാര്യം ആരോപണങ്ങൾ എന്തൊക്കെയാണ് നോമിനേഷനുമായി ബന്ധപ്പെട്ട്? Whatever it may be. രാജീവ് ചന്ദ്രശേഖരന്റെയും നോമിനേഷനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ സമാനമാണ് എന്നങ്ങ് പറയുമ്പോൾ അത് സമാനമല്ല എന്നത് അങ്ങേക്ക് ബോധ്യമുണ്ടാകണ്ടേ? ഒന്നാമത്തെ കാര്യം നോക്കൂ, സ്വർണത്തിന്റെ വില കുറച്ച് കാണിച്ചു. അദ്ദേഹത്തിന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞ സ്വർണത്തിന് ഇന്നത്തെ വില നോക്കൂ, സ്വർണത്തിന്റെ വില എത്രത്തോളം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എന്നുള്ളത് അങ്ങേക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നത്തെ വില കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരാരോപണം. രണ്ടാമത്തേത് വാഹനത്തിന്റെ പിഴ, അതായത് വാഹനം ഓടിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ട്രാഫിക് പിഴ അത് അടയ്ക്കാൻ വിട്ടുപോയി. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, വക്കീൽ എന്ന നിലയ്ക്കുള്ള പ്രാക്ടീസിങ്ങിലൂടെ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം കാണിച്ചിട്ടില്ല. അദ്ദേഹം ഒരു വക്കീലാണ്, ശരി, എത്ര ദിവസം അദ്ദേഹം കോടതിയിൽ പോകുന്നുണ്ടാവും, ഇതാണ് കാര്യങ്ങൾ. പക്ഷെ നോക്കൂ, രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർന്ന ആരോപണം എന്താണ്? 200 കോടി രൂപ ലാൻഡ് വാല്യൂ മാത്രമുള്ള ഇടത്തെ അദ്ദേഹത്തിന് അവിടെ 39,000 സ്ക്വയർ ഫീറ്റോ 49,000 സ്ക്വയർ ഫീറ്റോ മറ്റോ ഉള്ള ഒരു മാൻഷനാണ് അദ്ദേഹത്തിന് ആ 1.5 ഏക്കർ സ്ഥലത്തുള്ളത്, 1.09 ഏക്കർ സ്ഥലത്തുള്ളത്. ഇത്രയും വലിയ സ്വത്ത് വിവരം മറച്ചു വെച്ചു എന്നാണ് പറയുന്നത്. അതിന് ടാക്സ് അടച്ചത് മാർച്ച് 17 എന്ന് പറയുന്നുണ്ട്. അത് 2014 നോമിനേഷനിൽ, അത് 2024 നോമിനേഷനിൽ അത് ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇതിലൊരു താരതമ്യം സാധ്യമാവുക? അല്ല, അതിൻ്റെ വിശദീകരണം അദ്ദേഹം കൊടുക്കുകയും ചെയ്തല്ലോ. ഇനി അതിൻ്റെ അകത്ത് താല്പര്യം അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും ഇവിടെ കോടതിയെ സമീപിക്കും. ഇവിടെ നമുക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ട്, എന്താണ് വിശദീകരണം? അത് ചെയ്യട്ടെ. ഇനി ആരോപണങ്ങൾ ഉയരുകയാണെങ്കിൽ അത് നോക്കൂ മാധു, ആരോപണങ്ങളുണ്ടെങ്കിൽ ആ ആരോപണങ്ങൾക്ക് അതാത് കക്ഷി അവർ വിശദീകരണം നൽകട്ടെ. ആ വിശദീകരണം തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ അവർ പരാതിയുള്ളവർക്ക് സമീപിക്കാൻ ഇവിടെ സംവിധാനങ്ങളുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച കത്തിലാണ് കഴിഞ്ഞ ദിവസം BJP സീൽ ഉണ്ടായിരുന്നത്. കോടതിയുണ്ടല്ലോ ഇവിടെ. ഇലക്ഷൻ കമ്മീഷൻ വിശ്വസിക്കേണ്ട, കോടതി പോയാൽ മതി. ഇവിടെ സജി ചെറിയന്റെ ഇതിന്റെ
നിങ്ങൾക്ക് വിശ്വാസമില്ല, കോടതി പോവുക. എങ്ങനെയാണ് അത് നോക്കൂ, അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് പോലും വിശ്വാസം ഉണ്ടാകാത്ത തരത്തിൽ തുടരേണ്ട ഒരു സംവിധാനമല്ല ഇലക്ഷൻ കമ്മീഷൻ. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കേണ്ട എന്ന് പറയാൻ ഇത് അങ്ങനെ രാജഭരണമൊന്നുമുള്ള ഇടമല്ല. ഇത് ഇവിടെ ജനാധിപത്യമാണ്. ഇലക്ഷൻ കമ്മീഷനെ എല്ലാവരും വിശ്വാസത്തിൽ എടുക്കണം. അല്ല പിന്നെ അല്ല എന്ത് പറഞ്ഞാലും ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ ഇയാളെ വിശ്വസിക്കില്ല. എങ്ങനെയാണ് ബിജെപിയുടെ സീൽ വെച്ച് ഡോക്യുമെന്റ് അയക്കുന്ന ഇലക്ഷൻ കമ്മീഷന് വിശ്വാസ്യത ഉണ്ടാവുക? പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ല, വേണ്ട വിശ്വസിക്കും. നിങ്ങൾക്ക് വിശ്വാസമില്ലേ, വിശ്വസിക്കണ്ടപ്പാ. ആര് പറഞ്ഞു അങ്ങ് വിശ്വസിച്ചേ അത് കൊള്ളാമല്ലോ. അല്ല, ഇവിടെ ജോലി എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നാളെ തൊട്ട് പണിക്ക് വരേണ്ട എന്ന് പറയുന്ന ജന്മിത്ത മനോഭാവമാണത്. ആ നിലയ്ക്കല്ല ഇലക്ഷൻ കമ്മീഷൻ ഡീൽ ചെയ്യേണ്ടത് മനുഷ്യന്മാരെ. അല്ല, ഒരു കാര്യമുണ്ട്, എന്ത് പറഞ്ഞാലും നിങ്ങൾ കള്ളന്മാരാണ്. എന്ത് പറഞ്ഞാലുമല്ല. ഇത് നോക്കൂ, അല്ല ആരെങ്കിലും ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കള്ളന്മാരാണെന്ന് പറയുകയാണോ ചെയ്തത്? ഇലക്ഷൻ കമ്മീഷൻ ഏറ്റുപറഞ്ഞ ഗുരുതരമായ പിഴവ് അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് അയക്കുന്നതിൽ ബിജെപിയുടെ സീൽ ഉണ്ടാവുക, എന്നിട്ട് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന് പറയുക. ഇതെന്ത് വെള്ളരിക്കപ്പെടണമാണ്? അതാ പറഞ്ഞത്. അവിടെ ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടായി എന്ന് അവർ പറഞ്ഞു, അത് ഏറ്റു പറഞ്ഞു. ഇനി ശരി, അതിൻ്റെ അകത്ത് നമുക്ക് വിശ്വാസമില്ല, താല്പര്യമില്ല, എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇനി ചെയ്യേ. നോക്കൂ, എന്താണ് ക്ലറിക്കൽ മിസ്റ്റേക്ക്? എന്താണ് ക്ലറിക്കൽ മിസ്റ്റേക്ക്? നമ്മളൊരു ഡോക്യുമെന്റ് തയ്യാറാക്കുമ്പോൾ അതിൽ ചില വസ്തുതകൾ വിട്ടുപോകുന്നു, അതിൽ ചില കാര്യങ്ങൾ തെറ്റായി രേഖപ്പെടുത്തപ്പെടുന്നു. ഇതൊക്കെ ശരി. പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ കൈവശം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു ഡോക്യുമെന്റ് ഷെയർ ചെയ്യപ്പെടുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു പിഴവ് സംഭവിക്കുന്നു. ക്ലറിക്കൽ മിസ്റ്റേക്കോ? അത് അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത വിശദീകരണം. ഇനി ആ വിശദീകരണത്തിൽ നിങ്ങൾക്ക് തൃപ്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകൂ. ഞാനതല്ലേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ആരൊക്കെയാണ്? അതായത് രാജ്യത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും വിചാരിക്കും ഇത് ഇലക്ഷൻ കമ്മീഷന്റെ സുതാര്യതയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, ഇത് BJPയെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. അതായത് രാജ്യം ഭരിക്കുന്ന പാർട്ടി ഇലക്ഷൻ കമ്മീഷനെ നിയന്ത്രിക്കുന്ന തരത്തിൽ അധികാര ദുർവിനിയോഗം നടത്തുന്നുണ്ട് എന്ന ആ പാർട്ടിക്കെതിരെ ആരോപണം ഉണ്ടാകുക വേദനയില്ലേ, വിഷമമില്ലേ? ഞങ്ങൾ അങ്ങനെ ഇടപെട്ടിട്ടില്ല, ഇത് ഞങ്ങൾ ഫയൽ ചെയ്തൊരു ഡോക്യുമെന്റ് ആണ്, ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണ് എന്ന് BJP വിശദീകരിക്കണ്ടേ? ഒരു കാര്യമുണ്ട്, ഇനി ഇവിടെ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും ഇവിടെ ഒരു നറേറ്റീവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ സമം BJP പറയുന്ന പോലെയാണ് ചെയ്യുന്നത്, സർക്കാർ പറയുന്ന പോലെയാണ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ ചഗ് പൊളിച്ച് കാണിച്ചാലും ആ നറേറ്റീവിൽ നിന്ന് നിങ്ങളാരും പിന്മാറാനും സമയം കളയുന്നു. അത്ര തന്നെ നിങ്ങൾ പറയുള്ളൂ. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ അകത്ത് ആ വിശദീകരണത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തൃപ്തിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോവുക. നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമല്ലേ, ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും ജനാധിപത്യ രാജ്യമാണ് എന്നുള്ളതാണ് ഈ കൺസേണിന്റെ അടിസ്ഥാനം. ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ സുതാര്യമായി പ്രവർത്തിക്കേണ്ടതാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ അവിടെ ഉണ്ടാകരുത്. ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു പോലും ന്യായീകരിക്കേണ്ടി വരുന്ന തരത്തിലുള്ള പിഴവുകൾ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാണ് ആളും അർത്ഥവും കൊടുത്തൊരു ഇലക്ഷൻ കാലത്ത് ഇലക്ഷൻ കമ്മീഷനെ പോറ്റുന്നത്. അവിടെയാണ് ഇത്രത്തോളം ലഘൂകരിക്കപ്പെട്ട് ഇങ്ങനെ ഒരു വിവാദത്തെ കാണുന്നത്. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന് പറയുന്നത് തിണ്ണമെടുക്കാണ് എന്ന് പറഞ്ഞു പോകാതെ കഴിയില്ല. ഇതിപ്പോ നോക്കൂ, കേരള രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വിവാദങ്ങളാണ്. അതിനപ്പുറത്ത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് വോട്ടിനെ സ്വാധീനിക്കുക. അങ്ങനെ വീട്ടിൽ പോയി ചോദിക്കുകയാണെങ്കിൽ പെൻഷൻ മുടങ്ങാതെ കിട്ടുന്നതിനെ കുറിച്ചുള്ള ഉത്തരമായിരിക്കും കിട്ടുന്നത്. അങ്ങനെ വീട്ടിൽ നേരിട്ട് പോയി ചോദിക്കുകയാണെങ്കിൽ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള മറുപടികളായിരിക്കും കിട്ടുക. ലോഡ് ഷെഡിംഗ് ഇല്ലാത്തതിനെ കുറിച്ചായിരിക്കും പറയുക. പുസ്തകം സമയത്തിന് കിട്ടുന്നതിനെ കുറിച്ചായിരിക്കും വീട്ടിൽ പോയി ചോദിക്കുകയാണെങ്കിൽ പറയുക. തുടങ്ങിയവയൊക്കെയാണ് ഇതിനെതിരെ ഉണ്ടാകുന്നത്. അതായത് എങ്ങനെയാണോ വിമർശനം ഉണ്ടാകുന്നത് അതിനെതിരെയുള്ള മറുപടി. അതിലേറെക്കുറെ കുറച്ച് യാഥാർത്ഥ്യമുള്ളത് വിവാദങ്ങൾ വരും പോകും. 10-18 ദിവസം ഇനിയുമുണ്ട് തെരഞ്ഞെടുപ്പിന്. അതിൽ വോട്ട് കുത്താൻ പോകുന്ന സമയത്ത് ജനം പരിഗണിക്കുന്നത് ഇതൊന്നുമല്ലേ? ശ്രീമതി മാധു, ഇപ്പോൾ 3 മാസം മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നു. ഇതുപോലെ വലിയ പ്രഖ്യാപനങ്ങളും സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി മാറ്റുരച്ച് വലിയ രൂപത്തിലെ PR വർക്കിന്റെ ഭാഗമായി വലിയ ക്യാമ്പയിൻ നടന്നിട്ട് എന്താ സംഭവിച്ചു നമുക്കറിയാലോ.
കേരളത്തിനകത്ത് ഭരിക്കുന്ന കോർപ്പറേഷനകത്ത് കണ്ണൂർ ഞങ്ങൾ തിരിച്ചു നിലനിർത്തി. അതോടൊപ്പം കോഴിക്കോടിലെ അവസ്ഥ എന്താണെന്നറിയാം. തൃശ്ശൂരും അതോടൊപ്പം തന്നെ നമ്മുടെ എറണാകുളവും കൊല്ലം CPM-ന്റെ കോട്ടയ കൊല്ലം ഉൾപ്പെടെ UDF ഭരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം BJP-യും കൊടുത്തു. ജില്ലാ പഞ്ചായത്തുകളുടെ കണക്ക് നോക്കൂ, ബ്ലോക്ക് പഞ്ചായത്ത് കണക്ക് നോക്കൂ, നിങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ കണക്ക് നോക്കൂ, നിങ്ങൾ പഞ്ചായത്ത് കണക്ക് നോക്കൂ. 3 മാസത്തിന് മുമ്പിൽ ജനങ്ങൾക്ക് ഇതൊക്കെ ഇവർ കൊടുത്ത ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെങ്കിൽ ഇതൊക്കെ ഇവർ നേടണ്ടേ? അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വാചാടോപം. അതോടൊപ്പം തന്നെ ഈ പ്രചരണത്തിനപ്പുറത്തേക്ക് യഥാർത്ഥ ജനങ്ങൾക്ക് ഈ സർക്കാരിനെ കുറിച്ച് ബോധ്യമുണ്ട്, ഈ സർക്കാരിന്റെ നിലപാടിനെ കുറിച്ച് ബോധ്യമുണ്ട്. ഈ നാട് വേദനിക്കുന്ന ഒരുപാട് വിഷയമുണ്ട്. ആ വേദനിക്കുന്ന വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ചയാകപ്പെടുമെന്ന് സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. അയ്യപ്പന്റെ സ്വർണം കട്ടു എന്ന് പറയുമ്പോൾ അത് കട്ടത് സഖാക്കളാണ് എന്ന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള പുകമറ സൃഷ്ടിച്ചാലും അതിനകത്ത് പിടിക്കപ്പെട്ടവരും ജയിലിൽ പോയവരും എല്ലാം സഖാക്കളാണ് എന്നുള്ള ബോധ്യം നമ്മുടെ മുമ്പിൽ. അയ്യപ്പന്റെ സ്വർണം കട്ടിട്ടുണ്ടല്ലോ, ദ്വാരപാലക ശില്പം അടിച്ചു മാറ്റിയിട്ടല്ലോ, അത് പോയിട്ടില്ലേ? അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് മാത്രമല്ല ശ്രീമതി മാധു, ആരോഗ്യരംഗത്തിന്റെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയോ? ആരോഗ്യരംഗം ഇവർ പറയും നമ്പർ 1 കേരളം എന്നാ. ആ കേരളത്തിനകത്ത് ആരോഗ്യരംഗത്ത് ഡോക്ടർമാരില്ലാത്ത എത്രയോ ആശുപത്രികളുണ്ട്, പ്രൈമറി ഹെൽത്ത് സെന്ററുകളുണ്ട്. ഞാൻ കണ്ണൂർ കോർപ്പറേഷനകത്ത് ഒരു ജനപ്രതിനിധിയാണ്. ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾ കൊണ്ടുവരും. ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഞങ്ങൾ ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. വിലക്കയറ്റം ഇതുപോലെ രൂക്ഷമായ ബന്ധപ്പെട്ട ആശങ്കകൾ ആ സമയത്ത് പ്രതിപക്ഷത്തിന് ഒരു രാഷ്ട്രീയ വിഷയവും ഉന്നയിക്കാൻ പോയിട്ട് മര്യാദയ്ക്കൊന്ന് പ്രതികരിക്കാൻ പോലുമുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ വരുമ്പോഴും ഈ ഡീല് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഒരു ഡീലും നിങ്ങളൊരു കാര്യം പറയട്ടെ, ജനങ്ങൾക്ക് അറിയാം ഈ സർക്കാർ എന്താണെന്ന്. ഈ ജനവിരുദ്ധ സർക്കാർ എന്നറിയാം. 3 മാസം മുമ്പ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾക്ക് നേടിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു തർക്കവും ഞങ്ങൾ പറയാതെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഇത് പിണറായി വിജയനെതിരെ ആഞ്ഞു കുത്താൻ, ഈ സർക്കാരിനെതിരെ ആഞ്ഞു കുത്താൻ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ വെറുതെ പറയുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണമുണ്ട്. രക്തസാക്ഷി ഫണ്ട് മുക്കിയതിന്റെ തെളിവ് കൊണ്ടുവന്നു. ആ തെളിവ് കൊണ്ടുവന്ന ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ആ മനുഷ്യൻ കേരളത്തോട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഈ സർക്കാർ കള്ളന്മാരുടെ സർക്കാരാണ്. പാർട്ടി സഖാവിന്റെ രക്തസാക്ഷ്യത്തിന്റെ ഫണ്ട് മുഖ്യവനെ സംരക്ഷിക്കുന്നവരാണെന്ന് പറയുമ്പോൾ യഥാർത്ഥ സഖാക്കൾ വരും. എന്തുകൊണ്ട് തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ വന്നത് എങ്ങനെയാണ്? മലപ്പട്ടം പഞ്ചായത്തിലെ CPM-ന്റെ കോട്ടയിൽ നിന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അവിടെ സ്ഥാനാർത്ഥിയായെങ്കിൽ എങ്ങനെ G സുധാകരൻ വന്നു? എങ്ങനെ ഐഷ പോറ്റി വന്നു? എങ്ങനെ PK ശശി വന്നു? എങ്ങനെ ഈ PV അൻവർ എന്ന് പറയുന്ന പിണറായി വിജയനെ പിതൃതുല്യനായി കണ്ട PV അൻവർ എങ്ങനെ വന്നു? ഇത് കേരളത്തിലെമ്പാടും ഒരു പരിച്ഛേദമാണ്. യഥാർത്ഥ സഖാക്കൾ, ആ സഖാക്കൾ ഒരു കാരണവശാലും ഈ പിണറായി വിജയന് വോട്ട് ചെയ്യില്ല. സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെ 3ാം ഭരണം വന്നാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല എന്നുള്ള ബോധ്യം അദ്ദേഹത്തെ പോലെയുള്ള സാംസ്കാരിക പ്രവർത്തകന്, സാഹിത്യകാരന് ബോധ്യമുണ്ടെങ്കിൽ, ഇടതുപക്ഷക്കാരന് ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യം ഈ നാട്ടിലെ സാധാരണക്കാരായ സഖാക്കളുടെ മനസ്സിനകത്ത് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അവരാണ് ആഞ്ഞുകുത്തുക പിണറായി വിജയനെതിരെ. അതുകൊണ്ടാണ് അത്യുജ്വലമായ വിജയം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിജയം, സെഞ്ചുറി കിടക്കുന്ന വിജയത്തിലേക്ക് UDF കടന്നുപോകും. ഒരു തർക്കം നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, ശരി. ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ആത്യന്തികമായി ഒരു ഫലം കൊണ്ടുവരിക എന്ന് വിചാരിക്കുന്നുണ്ടോ അങ്ങ്? തീർച്ചയായിട്ടും അങ്ങനെ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം മാത്രമല്ല, ഒരുപാട് വിഷയങ്ങളുടെ ഒരു ആകത്തുകയുണ്ടല്ലോ. ആ ആകത്തുകയിൽ ജനം ഒരു വിലയിരുത്തൽ നടത്തും. ഈ സർക്കാർ തുടരുന്നതാണോ, ഈ സർക്കാർ മാറുന്നതാണോ നല്ലത്? ഈ സർക്കാരിൻ്റെ അവകാശവാദങ്ങളാണോ അതോ പ്രതിപക്ഷത്തിൻ്റെ അവകാശവാദങ്ങളാണോ കൂടുതൽ യുക്തിസഹം? ഇതിൽ ആരാണ് കുറേ കൂടി മെച്ചപ്പെട്ട പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നത്? ആരെയാണ് കൂടുതൽ വിശ്വസിക്കാൻ കൊള്ളുക? ആരാണ് യഥാർത്ഥത്തിൽ ജനത്തോട് ചേർന്ന് നിൽക്കുന്നത്? ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന പോലും ഒരു തിരിച്ചടിയായി മാറുന്നത്. ആരാണ് കൂടുതൽ ജനപക്ഷത്ത് നിൽക്കുന്നത്? ഒരു മുഖ്യമന്ത്രി ഇത്ര അരഗൻ്റായിട്ട് ആ പാർട്ടിയുടെ തന്നെ ഒരു സഖാവിനോട് സംസാരിക്കുമ്പോൾ അത് വളരെ സംയമനത്തോടെ വളരെ സ്വാഭാവികമായി പരിഹരിക്കാവുന്നൊരു വിഷയത്തിൽ പോലും ഔദ്ധ്യത്വത്തിൻ്റെയും അരഗൻസിൻ്റെയും ഒരു ധാർഷ്ട്യത്തിൻ്റെയും സ്വരത്തിൽ മാത്രം സംസാരിക്കുമ്പോൾ അവിടെ ഒരു വലിയ നേതാവ്, ഈ പ്രസ്ഥാനത്തെ നയിക്കുന്ന, മുന്നണിയെ നയിക്കുന്ന നേതാവിന് തെല്ലും ഔചിത്യമില്ലാതാകുന്നു. ആ പാർട്ടിയെ സ്നേഹിക്കുന്ന, ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ അയാളുടെ ക്യൂരിയോസിറ്റിയുടെ, ജിജ്ഞാസയുടെ, ആവേശത്തിൻ്റെ പുറത്ത് ജസ്റ്റ് ഒരു ചോദ്യമുണ്ട് സഖാവേ എന്ന് പറയുമ്പോഴേക്കും അയാൾക്ക് കരണത്തടിക്കുന്ന പോലത്തെ മറുപടി കിട്ടുമ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന സഖാക്കളുടെ മനസ്സിലും തോന്നില്ലേ എന്തിനാണ് ഇത്രയും കടുപ്പിച്ച് ചോദിക്കുന്നത്? അവിടെയാണ് മുഖ്യമന്ത്രി സ്വയം
അതായത് ജനത്തോട് ചേർന്ന് നിൽക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുമെന്ന് പറയുകയും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളോട് പോലും ഇത്തിരി മര്യാദയും മനുഷ്യത്വവും കാണിക്കാതെ വരികയും ചെയ്യുമ്പോൾ ഈ പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് സാധാരണ മനുഷ്യരൊക്കെ ചിന്തിച്ചു പോകില്ലേ? ഇവിടെ പാർട്ടി സഖാക്കൾ മാത്രമല്ല, അല്ലെങ്കിൽ പാർട്ടിയുടെ എതിരാളികൾ മാത്രമല്ല, ഇത്തരം കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ലാത്ത ഇതിനെയൊക്കെ നിഷ്പക്ഷമായി കണ്ട് എവിടെയാണ് നീതി, എവിടെയാണ് മനുഷ്യത്വം? പറഞ്ഞവർക്കും കേട്ടവർക്കും പ്രശ്നമില്ല. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പം ഞങ്ങളുടെ തമ്പ്രാൻ ഞങ്ങളെ തല്ലിയ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിച്ചു. അത് നടപ്പാകുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളോട് എന്താണ് കുഴപ്പം? ഇത് പണ്ടാരോ ചോദിച്ച പോലെ ഞങ്ങളുടെ തല്ലിയ നിങ്ങൾക്കെന്താ, എൻ്റെ കെട്ടിയവൻ എന്നെ തല്ലിയ നിങ്ങൾക്കെന്താ സർക്കാർ എന്നൊക്കെ ചോദിക്കുന്ന പോലത്തെ ഒരു ഏർപ്പാടല്ലേ? ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയ നിങ്ങൾക്കെന്താ സർക്കാർ എന്നൊക്കെ ചോദിക്കുന്ന പോലെ. അപ്പോൾ ഇതൊക്കെ ആവാതിരി ഒരു ചോദ്യം. അതല്ല, നമ്മളൊരാളെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഒരാകത്തുകയിൽ മുഖ്യമന്ത്രി മാറാൻ ശ്രമിക്കുന്നു, അദ്ദേഹത്തെ പോലെ ഒരാൾ കുറച്ചുകൂടി ഈ പറയുന്ന ജനങ്ങളോട് കുറച്ചുകൂടി ഒരു സ്നേഹവായ്പോടെ പെരുമാറിയാൽ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് എത്രത്തോളം ഉയരും? മറിച്ച് അദ്ദേഹം പ്രയോഗിക്കുന്ന വാക്കുകൾ പലതും അദ്ദേഹത്തിൻ്റെ ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. അത് നികൃഷ്ടജീവിയുണ്ട്, പരനാറിയുണ്ട്, ചെറ്റത്തരമുണ്ട്, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ. ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ എതിർക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലവാരത്തിന് ചേരാത്ത രീതിയിൽ, ഇപ്പോൾ നേരത്തെ മാധു പറഞ്ഞു കടക്കൂ പുറത്ത് എന്നുള്ളത് എത്രയോ മാന്യമായിട്ട് വേറെ രീതി പറയാം. അയ്യോ ഇവിടെ നിങ്ങളെ വിളിച്ചിട്ടില്ലല്ലോ, ഇതങ്ങനെ എൻട്രി ഉള്ളൊരു സ്ഥലമല്ല എന്ന് അദ്ദേഹം പറയണ്ട. നേരിട്ട് അദ്ദേഹം ഇടപെടാതെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ കൊണ്ട് പറയിച്ചൂടെ? നമ്മളങ്ങനെ എത്രയോ സ്ഥലത്ത് പോയിട്ടുണ്ട്, മാധ്യമപ്രവർത്തകർ ഇത്തരം വാക്കുകൾ കേട്ടിട്ടുണ്ട്. നമുക്ക് എൻട്രി ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ പോകുന്നു. ഇപ്പോൾ സംസ്ഥാന സമ്മേളനം, പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്ക് ഇനി ഉള്ളത് ഇൻഹൗസ് ചർച്ചകളാണ്. അവിടെ മാധ്യമപ്രവർത്തകർ ഇരിക്കാൻ പാടില്ല. ഇനി അത് പാർട്ടിയുടെ ഒരു ചർച്ചയാണെന്ന് പറയും. നമ്മൾ സുഖമായിട്ട് എണീറ്റ് പോകാറില്ലേ മധു? അപ്പോൾ ഇവിടെയും അത് പറയാമല്ലോ. മുഖ്യമന്ത്രി തന്നെ എന്തിനാണ് ഈ നേരിട്ടിറങ്ങി ഈ കടക്കൂ പുറത്ത് പോലുള്ള ഈ കഠിന പദങ്ങൾ ഉപയോഗിച്ച് ആളുകളെ വെറുപ്പിക്കുന്നത്? ഇത്രയേ ഉള്ളൂ പ്രശ്നം. അതായത് അദ്ദേഹത്തിൻ്റെ മറ്റ് കഴിവുകളെക്കുറിച്ചോ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലിബറിനെ കുറിച്ചോ ഒന്നും നമുക്കൊരു സംശയമില്ല. പക്ഷേ ഇതെല്ലാം ജനം കാണുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വിശേഷിച്ച് ആ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന ക്യാപ്റ്റൻ തന്നെ പാർട്ടിയെ ഒരു ഡിഫൻസിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നില്ല. ജെക്സി തോമസിലേക്കാണ് നമ്മൾ പോകുന്നത്. ജെകി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇടത് ഹാൻഡിലുകൾ കൊണ്ടാടിയ ഒന്നാണ് കേറി വാടാ മക്കളെ എന്ന് മുഖ്യമന്ത്രി പറയുന്നത്. ഒരു സാധാരണക്കാരൻ, ഇപ്പം നമ്മളൊക്കെ പറയുന്നത് പോലെയാണ് മുഖ്യമന്ത്രി ഡയലോഗ് ഡെലിവറി ചെയ്തത് പോലും. ആ നിലയ്ക്ക് സഹൃദയനാണ് എന്ന് എന്തുകൊണ്ടാണ് അതങ്ങനെ ആ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുന്നതും ആ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നതും? ആ നിലയ്ക്ക് സാധാരണ മനുഷ്യരോട് ഒരു അധികാരത്തിലിരിക്കുന്ന ഒരാൾ പ്രതിപ്രവർത്തിക്കുമ്പോൾ, പ്രതികരിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ലാഘവത്വമുണ്ടല്ലോ, അതുകൊണ്ടല്ലേ അവിടേക്കല്ലേ ഇത് വന്ന് വീഴുന്നത്? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് ഞാൻ വരാം. പക്ഷേ തൊട്ടു മുമ്പ് ഈ അവസാന ലാപ്പിലാണല്ലോ ഈ ചർച്ച അല്പം കൂടെ രാഷ്ട്രീയമായി വികസിച്ചത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഉള്ളത് എന്ന് ആങ്കർ എന്ന നിലയിൽ അങ്ങ് ചോദിച്ചു. കോൺഗ്രസ് പ്രതിനിധിയുടെ മറുപടി എന്തായിരുന്നു? നിശ്ചയമായി ഞങ്ങൾ അതിലേക്ക് വരും, അല്ലേ? അതായത് കോൺഗ്രസിന്റെ പ്രതിനിധി തന്നെ സമ്മതിക്കുന്നു, ഞങ്ങൾ ഇതുവരെ കഴിഞ്ഞൊരു 10 പതിറ്റാണ്ട് കാലയളവിൽ കേരളത്തിനുണ്ടായ വികസന മുന്നേറ്റം എവിടെ, മനുഷ്യരുടെ ജീവിതങ്ങളിൽ സർക്കാർ നടത്തിയ ഇടപെടലുകൾ എന്ത്, അതോടൊപ്പം രാഷ്ട്രീയമായി കേരളത്തിന്റെ കരുത്ത്, ഇന്ത്യയിൽ സൃഷ്ടിച്ചിട്ടുള്ള ബദൽ എന്ത്, ഇതിൽ എന്തെങ്കിലും സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവിനെ ഈ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുമോ? ഒന്നെങ്കിൽ അറപ്പുളവാക്കുന്ന പച്ചക്കള്ളം, അല്ലെങ്കിൽ മറ്റ് ഹീനമായ നുണകൾ. ഇതല്ലാതെ വസ്തുതാസമ്മതമായി 2016 കേരളം എവിടെയായിരുന്നു? ആരോഗ്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ, നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ, മനുഷ്യജീവിത സംബന്ധമായ നേട്ടങ്ങളും എവിടെയായിരുന്നു? 2026 കേരളം എവിടെത്തി നിൽക്കുന്നു? ഒരു ചർച്ചയ്ക്ക് സംവാദത്തിന് കേരളത്തിൽ പ്രതിപക്ഷം തയ്യാറായിട്ടുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എത്തി നിൽക്കുന്ന അങ്ങേയറ്റം ദുരന്തപൂർണമായ അവസ്ഥയുടെ ഒരു പ്രതികരണം ഇന്ന് യഥാർത്ഥത്തിൽ എല്ലാ മാധ്യമങ്ങളിലും ചർച്ചാ വിഷയമാകേണ്ടതായിരുന്നു. എന്തായിരുന്നു? 100 സീറ്റ് നേടി തിരികെ അധികാരത്തിൽ വന്നില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്ന അത്ഭുതങ്ങൾക്കിടയില്ലാത്ത ഒരു പുതിയ നുണ, ഫ്രഷ് നുണ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഇല്ലേ? അങ്ങയുടെ നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ എത്തിച്ചാൽ എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്താണ് അതിൽ സംശയം? 100 സീറ്റ് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം UDF തിരിച്ചു വന്നിട്ടില്ല എങ്കിലും മാത്രം പറഞ്ഞത്. അദ്ദേഹം ഇന്ന് അല്ല
നിക്ക് ഞാൻ എന്തായാലും അദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പഴയ പ്രഖ്യാപനം, അവകാശവാദം, അതിനെ സംബന്ധിച്ചുള്ള ആർക്കൈവുകൾ നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിലുണ്ടല്ലോ. കേൾക്കാം നമുക്ക്. എന്തിനാണ് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് പറയാതിരിക്കുന്നത്? പ്രൊഡ്യൂസർ ഒന്ന് പ്ലേ ചെയ്യൂ. ഒരു നിമിഷം ശ്രീ ജയ്ക്ക് വരാം. പ്രൊഡ്യൂസർ ഒന്ന് പ്ലേ ചെയ്യൂ. തീർച്ചയായിട്ടും. അപ്പോ UDF നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ചു ഉറപ്പായി പോകും. UDF നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും, പിന്നെ എന്നെ കാണില്ല. അത് ഞാൻ സമ്മതിക്കുന്നു. ജെക്സി തോമസ് തുടരൂ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെയാണ് ഇന്നത്തെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ സത്യസന്ധമായ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കേണ്ടിയിരുന്നത്. അതെങ്ങനെയാണ് കാണാൻ കഴിയുക? അങ്ങ് പറഞ്ഞത് 100 സീറ്റ് എന്നാണ്. 100 സീറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അദ്ദേഹം പറയാത്തൊരു കാര്യം പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ഒരു ചോദ്യമായി ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരി, നമ്മുടെ സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. Debate with Madhu Saji.